പട്ടാമ്പി തൃത്താലപ്പാതയിലെ കണ്ണനൂരിൽ നിന്നും പാടത്തിലൂടെ പോകുന്ന പാതയോരത്തെ കാഴ്ചയാണിത്. റോഡിനിരുവശവും ചെണ്ടുമല്ലിപ്പൂ വസന്തം. ഒന്നും രണ്ടുമൊന്നുമല്ല, 350-ലേറെ ചെണ്ടുമല്ലികളിലാണ് വർണ്ണമനോഹരമായ പൂക്കൾ വിടർന്ന് യാത്രക്കാരെ കൊതിപ്പിക്കുന്നത്. പ്രദേശവാസിയായ പന്തക്കൽ പറമ്പിൽ ഷിബുവാണ് പാതയോരത്ത് ചെണ്ടുമല്ലിപ്പൂക്കൾ നട്ടുപിടിപ്പിക്കുന്ന ആശയം മുന്നോട്ട് വെച്ചത്. ഇതിനാവശ്യമായ തൈകൾ ഷിബു തന്നെ എത്തിച്ചു നൽകി. 400ഓളം തൈകളാണ് ഇവിടെ നട്ടുപിടിപ്പിച്ചത്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള 20-ലധികം പ്രദേശവാസികളുടെ കൂട്ടായ്മയിലായിരുന്നു പ്രവർത്തനങ്ങൾ. ജൂലൈ മാസത്തിൽ ഇതിന്റെ നടീൽ തുടങ്ങി. തുടർന്ന് കൂട്ടായ്മ പ്രവർത്തകർ തന്നെ ചെണ്ടുമല്ലിയുടെ പരിപാലനവും ഏറ്റെടുത്തു. പൂക്കൃഷിയോ അതിൽ നിന്നുള്ള വരുമാനമോ അല്ലായിരുന്നു ഇവരുടെ ലക്ഷ്യം. നാടിന്റെ ഭംഗി മാത്രമാണ്. അതുകൊണ്ട് പൂവില ഉയർന്ന വേളയിൽ പോലും ഒരു പൂ പോലും ഇവിടെ നിന്നും പറിക്കാൻ ആരും തയ്യാറായില്ല. കാണാൻ വരുന്നവരോടും ഇക്കാര്യം തന്നെയാണ് കൂട്ടായ്മക്കാർ പറഞ്ഞത്. അടുത്ത വർഷം കൂടുതൽ ഭാഗങ്ങളിലേക്ക് ചെണ്ടുമല്ലി വെച്ചുപിടിപ്പിക്കാനും ലക്ഷ്യമിടുന്നുണ്ട്. നിരവധി മലയാള സിനിമകളുടെ ലൊക്കേഷൻ കൂടിയാണ് തൃത്താല കണ്ണനൂർ ഉൾപ്പെടുന്ന പ്രദേശം. നാടിന്റെ ഗ്രാമഭംഗി തന്നെയാണ് ഇതിന് മുതൽക്കൂട്ടായത്. അത്തരം ഗ്രാമഭംഗികൾക്ക് മാറ്റേകുക കൂടിയാണ് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ. ഇനിയും 2 മാസക്കാലം ഈ പൂവസന്തം പാതയോരത്തുണ്ടാകും. കണ്ണനൂരുകാർക്ക് മാത്രമല്ല, ഇതിലൂടെ കടന്നു പോകുന്നവർക്ക് കാഴ്ചാവസന്തമൊരുക്കി. ശിവുവാണ് ഇതിന്റെ ആശയം വെച്ച് അദ്ദേഹം. അപ്പൊ അതിന് എല്ലാ നാട്ടുകാരെ എല്ലാം സഹകരിച്ചു നനയ്ക്കാനും എല്ലാം ഒരു വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ടല്ല, ഒരു കന്നിന് ചന്തം. അപ്പം നിറയെ പേര് ഇങ്ങനെ കാണാൻ വരുന്നു. അതൊരു സുഖത്തിന് വേണ്ടി വെച്ചാൽ ഒരു പൂ പോലും പറിക്കാനോ അല്ലെങ്കിൽ വിൽപ്പനയ്ക്കോ വേണ്ടിയിട്ടല്ല ഞങ്ങളിത് ചെയ്തത്. അടുത്ത പോലെ ഇനി ഇത് കുറച്ചും കൂടി മെയിലോട് വരെ ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പോൾ എല്ലാവരും സഹകരണം, ഒരാളുടെ മാത്രമല്ല. ഒന്നുമല്ല, ഞങ്ങളുടെ നാട്ടിൽ വേറെ ഒന്നുമില്ല. ഒരു പൂരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളെ നാട്ടിൽ പിന്നെ ഒന്നുമില്ല. അപ്പം അത് കാരണം ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആഹ്ലാദം കാണണ്ടേ, അതിന് വേണ്ടിയിട്ട് വെച്ചതാണ്. വേറെ ഒന്നുമല്ല. വൈകുന്നേരം ഒക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കാണുക, എല്ലാവരും ഒന്ന് തീർക്കുക, കളിക്കുക ഒക്കെ ചെയ്യുക. വീട്ടിലൊറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ മൂഡൗട്ടായിട്ട് ഇങ്ങനെ ഇരിക്കില്ലേ, അതിന് വേണ്ടിയിട്ട് വെച്ചതാണ്. വേറെ ഒന്നല്ല. ഇതെന്താ വെച്ചാലേ ഒരു ആശയം മുന്നോട്ട് വെച്ചു എന്നുള്ളത് മാത്രം തന്നെ ഉള്ളൂ. ബാക്കി ആ ആശയത്തിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചത് ഇവിടുത്തെ ജനങ്ങൾ മൊത്തമാണ്. അതിന്റെ ഒരു കൂട്ടായ്മയാണ് ഇപ്പൊ ഈ കാണുന്നത്. ആശയം കൊണ്ട് മാത്രം ഒന്നും നടക്കില്ല. വർക്ക് ചെയ്താലല്ലേ കാര്യങ്ങൾ നടക്കുള്ളൂ. വർക്ക് മുഴുവൻ ചെയ്തത് തന്നെയാണ്. അപ്പോൾ അതിന്റെ ഒരു ഫലം നമുക്ക് കിട്ടിയിട്ടുണ്ട്, റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എങ്ങനെ അത് പരിപാലിച്ചു പോന്നിരുന്ന കാര്യങ്ങൾ? അത് വരെ മഴ ഇല്ലാത്ത സമയത്ത് നനയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും വലുത്. പിന്നെ ഈ കീടങ്ങൾ വരുന്ന സമയത്ത് മരുന്ന് തെളിക്കുക, അത് മാത്രമല്ല ചെടികൾക്ക് വേണ്ടിയിട്ടുള്ള വളപ്രയോഗം, അതൊക്കെ വലിയൊരു ജോലിയായിരുന്നു. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ കുട്ടികളെ നോക്കണേക്കാൾ കൂടുതൽ ഈ പ്രദേശത്തുള്ള ഒരു ചെടി നോക്കി കുറച്ചു കാലം. അങ്ങനെയാണ് ഇത് ഈ കൊല്ലത്തിലാക്കി കൊടുക്കുന്നത്. ഈ ചാനൽ പട്ടാമ്പി.